കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് നടനും തമിഴക വെട്രിക്കഴകം നേതാവുമായ വിജയ് സിബിഐക്ക് മുന്നിൽ നിന്ന് ഹാജരായി. വിജയിയെ സിബിഐ ചോദ്യം ചെയ്തു. ഡൽഹിയിലെ സിബിഐ ആസ്ഥാനത്താണ് ചോദ്യം ചെയ്യൽ നടന്നത്. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് വിജയ് ഹാജരായത്. എന്നാൽ തമിഴ്നാട്ടിൽ നടന്ന സംഭവത്തിൽ സിബിഐ എന്തിനാണ് വിജയിയെ ഡൽഹിയിലേക്ക് വിളിച്ച് ചോദ്യം ചെയ്യുന്നതെന്ന ഒരു സംശയം DMK ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരിക്കുകയാണ്. അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നൊക്കെ ആശങ്കകൾ നിലനിന്ന ഒരു സമയമാണ്, ഒരു പകലാണ് ഇന്ന് കടന്നുപോകുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ 27-ന് കരൂരിൽ നടന്ന TVKയുടെ രാഷ്ട്രീയ റാലിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടായിരുന്നു ദാരുണമായ സംഭവങ്ങൾ അരങ്ങേറിയത്. ആ അപകടത്തിൽ 41 പേർക്കാണ് ജീവൻ നഷ്ടമായത്. പാർട്ടിയുടെ ആദ്യ വൻകിട സമ്മേളനത്തിലുണ്ടായ ഈ ആൾക്കൂട്ട ദുരന്തം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ തരത്തിലുള്ള ചർച്ചയായിരുന്നു. അത് വിജയുടെ രാഷ്ട്രീയ ഭാവി തന്നെ നശിപ്പിക്കുമോ എന്ന തരത്തിലുള്ള ആശങ്കകൾ ഉയർന്നിരുന്നു. സംഭവത്തിൽ തദ്ദേശീയമായ അന്വേഷണത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചതിനെ തുടർന്ന് സുപ്രീംകോടതി ഇടപെടുകയും കേസ് CBIക്ക് കൈമാറാൻ ഉത്തരവിടുകയും ആയിരുന്നു. എന്തായാലും അതിനൊക്കെ ശേഷം രാഷ്ട്രീയത്തിലും കൂടുതൽ സജീവമായി വിജയ് വരികയും വിജയ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയും ചെയ്യുമ്പോഴാണ് CBI ഇടപെടലുകൾ ഉണ്ടാകുന്നതും ഇപ്പോൾ ചോദ്യം ചെയ്യാനായി ഡൽഹിയിലേക്ക് വിജയിയെ വിളിപ്പിച്ചതും. ചെന്നൈയിൽ നിന്ന് ചാർട്ടേഡ് വിമാനത്തിലാണ് വിജയ് ഡൽഹിയിലെത്തിയത്. അടിമുടി കറുപ്പണിഞ്ഞുകൊണ്ടായിരുന്നു താരം CBIക്ക് മുന്നിലേക്ക് എത്തിയത്. നീലാങ്കരയിലെ വസതിയിൽ നിന്ന് കറുപ്പ് ഷർട്ടും പാൻസും ധരിച്ച് കയ്യിൽ സെഡ് ബാഗുമായി താരം പുറപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഡൽഹി വിമാനത്താവളത്തിലെത്തിയ വിജയ് 20 കിലോമീറ്ററോളം റേഞ്ച് റോവറിൽ സഞ്ചരിച്ചാണ് CBI ആസ്ഥാനത്ത് എത്തിയത്. TVKയുടെ അഭ്യർത്ഥന കണക്കിലെടുത്ത് ഡൽഹി പോലീസ് കനത്ത സുരക്ഷയായിരുന്നു വിജയുടെ ചോദ്യം ചെയ്യാനുള്ള വരവുമായി ബന്ധപ്പെട്ട് ഒരുക്കിയത്. ദുരന്തത്തിന് പിന്നിലെ സുരക്ഷാ വീഴ്ചകളും സുരക്ഷാ മാനദണ്ഡങ്ങളുടെ ലംഘനവുമാണ് CBI പ്രധാനമായും പരിശോധിച്ചത്. ഇന്ന് CBI 5 മണിക്കൂറാണ് വിജയിയെ ചോദ്യം ചെയ്തത്. CBIക്ക് അറിയേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച് നമുക്കറിയാം. കരൂരിൽ പരിപാടി നടത്താൻ തീരുമാനിച്ചത് ആരാണ്? വിജയ് എപ്പോഴാണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞത്? കരൂർ പരിപാടി ആസൂത്രണം ചെയ്യുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ആരെയാണ് ഏൽപ്പിച്ചിരുന്നത്? പോലീസുമായി ഏകോപനം ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ആയിരുന്നു CBI ചോദിച്ചറിഞ്ഞത് എന്നതാണ് മനസ്സിലാകുന്നത്. വേദിയിൽ 7 മണിക്കൂർ വൈകിയാണ് വിജയ് എത്തിയിരുന്നത്. എന്തുകൊണ്ട് വൈകി, എന്താണ് അതിനുള്ള കാരണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ CBI അന്വേഷിച്ചു. ഷെഡ്യൂൾ ചെയ്ത സമയത്തിനും വേദിയിലെത്തിയതിനും ഇടയിൽ വലിയ വ്യത്യാസം എന്തുകൊണ്ട് വന്നു എന്നതാണ് പ്രധാനമായും അന്വേഷിച്ച് കണ്ടെത്തേണ്ടുന്ന കാര്യം. അതാണ് ഈ ദുരന്തത്തിലേക്ക് നയിച്ചതിന്റെ പ്രധാന കാരണം. തിക്കിലും തിരക്കിലും പെട്ട അപകടമുണ്ടായത് വിജയ് എപ്പോഴാണ് അറിഞ്ഞത്? വിജയ് വേദിയിൽ എത്തിയതും പോയതുമായ കൃത്യമായ സമയം തുടങ്ങിയ ചോദ്യങ്ങളാണ് CBI വിജയിയോട് ചോദിച്ചത് എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ എന്തായാലും 5 മണിക്കൂർ നീണ്ട ഇന്നത്തെ ചോദ്യം ചെയ്യൽ അവസാനിച്ചിരിക്കുകയാണ്. അറസ്റ്റ് അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് CBI കടക്കുമോ എന്നതൊക്കെയുള്ള ആശങ്കകൾ വിജയ് ആരാധകരെ സംബന്ധിച്ചുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ അദ്ദേഹം 5 മണിക്കൂർ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് മടങ്ങിയിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം ചെന്നൈക്കടുത്തുള്ള പണയൂരിലെ TVK ആസ്ഥാനത്ത് നിന്ന് വിജയുടെ പ്രചാരണ വാഹനം CBI കസ്റ്റഡിയിലെടുത്തിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ CBI ഇടപെടൽ വളരെ ശക്തമായി ഈ ഘട്ടത്തിൽ വരുന്നു. അതിനെ വളരെ സംശയത്തോടെ DMK ഉറ്റുനോക്കുന്നത് കൂടി ഇന്നത്തെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നു. കരൂരിൽ നടന്ന സംഭവത്തിൽ ദില്ലിയിൽ എന്തിന് അന്വേഷണം എന്ന ഒരു സംശയമാണ് DMK വക്താവായ ശരവണൻ അണ്ണാദുരൈ ചോദിച്ചിരിക്കുന്നത്. ദില്ലിയിലേക്ക് വിളിച്ചു വരുത്തുന്നത് ഭയപ്പെടുത്താനാണോ എന്ന സംശയം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. വിചാരണയും ഇനി ഡൽഹിയിൽ നടക്കുമോ എന്നതാണ് ശരവണൻ ചോദിച്ചത്. CBI നടപടികൾ അന്യായവും നിയമവിരുദ്ധവുമാണെന്നും അദ്ദേഹം വിമർശിച്ചു. അതേസമയം ചോദ്യം ചെയ്യലിനായി വിജയ് ഹാജരായി ഇപ്പോൾ മടങ്ങിയിരിക്കുകയാണ്. കരൂർ റാലിയുടെ ആസൂത്രണം മുതൽ ദുരന്തം നടന്ന സമയം വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് CBI വിജയിൽ നിന്ന് ചോദിച്ചറിഞ്ഞു എന്നതാണ് മനസ്സിലാകുന്നത്. വിരമിച്ച സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് അജയ് റസ്തോഗിയുടെ മേൽനോട്ടത്തിലാണ് നിലവിൽ CBI അന്വേഷണം പുരോഗമിക്കുന്നത്. നേരത്തെ പാർട്ടിയുടെ മുതിർന്ന ഭാരവാഹികളിൽ നിന്നും CBI മൊഴിയെടുത്തിരുന്നു. സമ്മേളനത്തിനാവശ്യമായ അനുമതികൾ വാങ്ങുന്നതിലോ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിലോ വീഴ്ചയുണ്ടായോ എന്നതാണ് അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുന്നത്. വിജയുടെ മൊഴി രേഖപ്പെടുത്തുന്നതോടെ കേസിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് CBI വൃത്തങ്ങൾ
കരുതുന്നത്. നമുക്കറിയാം 41 പേരുടെ മരണത്തിനിടയാക്കിയ കാര്യമാണ്. അവിടെ എവിടെ വീഴ്ച വന്നു എന്നത് അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടുന്ന സാഹചര്യം തന്നെ ഉണ്ട്. അത് ഏത് വ്യക്തിയായാലും എന്താണ് സംഭവിച്ചത് എന്നത് മനസ്സിലാക്കണം അന്വേഷണ ഏജൻസികൾക്ക്. പക്ഷേ ഇവിടെ CBI ഇടപെടുമ്പോൾ ചില സംശയങ്ങൾ ബാക്കി നിൽക്കുന്നു എന്നതാണ്. തമിഴ്നാട്ടിൽ ഈയിടെ പുറത്തു വന്ന സർവേ പ്രകാരം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സ്റ്റാലിൻ കഴിഞ്ഞാൽ കൂടുതൽ പേർ പിന്തുണച്ചത് വിജയിയാണെന്ന് നമുക്ക് കാണാം. തമിഴ്നാട്ടിൽ നിർണായക ശക്തിയായി വിജയുടെ TVK എന്ന രാഷ്ട്രീയ പാർട്ടി മാറുകയാണ്. വിജയ് ഈ കേസിൽ പെടുമ്പോൾ തന്നെ വിജയിയെ ഒപ്പം നിർത്താനുള്ള ചില നീക്കങ്ങൾ നടന്നിരുന്നു. BJP സഖ്യസാധ്യതകൾ തേടിയിരുന്നു. കോൺഗ്രസും അത്തരം നീക്കങ്ങൾ നടത്തിയിരുന്നു. DMK-യിൽ നിന്ന് കോൺഗ്രസ് അകലുന്നു എന്ന തരത്തിലുള്ള വാർത്തകളുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അത് തള്ളിക്കളഞ്ഞുകൊണ്ട് അവർ ഒറ്റ മുന്നണിയായി തന്നെ ഉണ്ടാകും എന്ന് നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ വലിയ ഒരു ശക്തിയായി TVK മാറുമ്പോൾ ഇപ്പോൾ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ചോദ്യം ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിൽ ഭീഷണി ഉയർത്താനാണോ എന്ന സംശയം DMK ഉന്നയിക്കുന്നതും ഈ സാഹചര്യത്തിൽ തന്നെയാണ്. അതായത് നമുക്കറിയാം അന്വേഷണ ഏജൻസികളെ കേന്ദ്ര സർക്കാർ പല വിധത്തിൽ ദുരുപയോഗം ചെയ്യുന്നു എന്നത് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളതാണ്. അന്വേഷണ ഏജൻസികളെ ചൂണ്ടി അന്വേഷണ ഭീഷണി ഉയർത്തിക്കൊണ്ട് പലരെയും ഒപ്പം നിർത്തുകയും പല നീക്കങ്ങളും നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് DMK ഇത്തരമൊരു സംശയം ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നത്. പക്ഷേ നമുക്കറിയാം തമിഴ്നാട്ടിൽ DMK-യെയും BJP-യെയും ഒരുപോലെ എതിർത്തുകൊണ്ടാണ് വിജയ് അദ്ദേഹത്തിന്റെ TVK എന്ന പാർട്ടി നിലനിർത്താൻ ശ്രമിക്കുന്നത്. അതിലെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് DMK-യുടെ ആശങ്ക. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. BJP-യെ സംബന്ധിച്ച് അവിടെ വലിയ പ്രതീക്ഷയാണുള്ളത്. ഒറ്റയ്ക്ക് നേടാൻ കഴിയാത്ത സാധ്യതകൾ, തെരഞ്ഞെടുപ്പ് സാധ്യതകൾ, അതിന് വിജയിയെ ഒപ്പം കിട്ടിയാൽ കൊള്ളാം എന്ന ചിന്ത BJP-യെ സംബന്ധിച്ച് ഉണ്ട് എന്നത് ഒരു വസ്തുതയുമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.